അലൈക്കും. നമ്മൾ ആറാമത്തെ പാഠമായ എ ടൈഗർ കംസ് ടു ടൗൺ. ഒരു ടൈഗറിൻ്റെ പാഠം നമ്മൾ ഇതിനു മുമ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒന്നാമത്തെ പാഠം, അതായത് പട്ടണത്തിലേക്ക് വരുന്ന ടൈഗറിനെ കുറിച്ചിട്ടുള്ള ഒന്നാം പാഠം നമ്മളിത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പാഠമാണ് നമ്മൾ എന്താക്കുന്നത് ഈ ക്ലാസ്സിൽ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ ബ്രീഫ് നോട്ടൊന്ന് മനസ്സിലാക്കാണ്. സംടൈംസ് എ സ്മോൾ പ്രോബ്ലം ബിക്കംസ് കോംപ്ലിക്കേറ്റഡ്. ചിലപ്പോൾ ചില ചെറിയ കാര്യങ്ങളൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വലിയതായി തീരാറുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയോ? ബിക്കോസ് ഓഫ് എ ലാക്ക് ഓഫ് പ്രോപ്പർ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അതൊക്കെ ശരിയായ അറിവും ശരിയായ ആശയവിനിമയങ്ങളും ഇല്ലാത്തതിൻ്റെ കാരണത്താലാണ്. അതായത് ഏതെങ്കിലും ഒരു പ്രശ്നം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ എന്താക്കും, അങ്ങോട്ട് പറഞ്ഞ് പരത്തും. അപ്പോൾ അത് വലിയ സംഭവമായി മാറും. അത് മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കാത്തതിൻ്റെ കുറവാണത്. ഓക്കെ, അതുതന്നെയാണ് നമ്മൾ ഈ പാഠത്തിലും നമ്മൾ ടൈഗർ എന്ന മൃഗത്തെ എന്നും ഫ്രഷ്യോസ് അനിമലായിട്ടാണ്, അതായത് ക്രൂരനായ ഒരു അനിമലായിട്ടാണ് എന്നും കാണുന്നത്. പക്ഷേ ഈ പാഠത്തിൽ നമ്മളെ ടൈഗർ പരമാവധി നിങ്ങൾ ആക്രമിക്കാൻ വന്നതല്ല എന്നിങ്ങനെ നമ്മളെ കൺവിൻസ് ചെയ്യാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഈ പാഠത്തിൽ നമുക്കൊരു വലിയൊരു മെസ്സേജ്. ദിസ് ക്യാൻ ആൾസോ ഹാപ്പൻ. ഇത് സംഭവിച്ചേക്കാം ഡ്യൂ ടു എൻ ഇൻകറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ്. തെറ്റായ ധാരണ, തെറ്റായ മനസ്സിലാക്കൽ കാരണത്താൽ ഇത് സംഭവിച്ചേക്കാം. കണ്ടോ, ഓഫ് എ സിറ്റുവേഷൻ, ഒരു അവസ്ഥയെ, ഒരു സംഭവത്തെ നമുക്ക് തെറ്റായ രീതിയിൽ മനസ്സിലാക്കിയത് കൊണ്ടാവാം അങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം. ഇനി നോക്കാം, വൈ ഡസ് ദിസ് ഹാപ്പൻ? എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഇറ്റ് കുഡ് ബി ബിക്കോസ് വി അനലൈസ്. ഇറ്റ് കുഡ് ബി, ഇതാകാം കാരണം വി അനലൈസ് എ സിറ്റുവേഷൻ. നമ്മളൊരു സിറ്റുവേഷനെ, ഒരു അവസ്ഥയെ നമ്മളെന്താക്കുന്നു, അനലൈസ് ചെയ്യുന്നു. അതായത് നമ്മൾ അതിനെന്താക്കുന്നു, വ്യാകരണം ചെയ്യുന്നു. അക്കോർഡിംഗ് ടു അവർ ഫിക്സ്ഡ് ഐഡിയാസ് അബൌട്ട് ഇറ്റ്. നമുക്ക് എന്താണോ നമ്മളിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള, ഉറപ്പിച്ചിട്ടുള്ള ഒരു ഐഡിയയെക്കുറിച്ച് മാത്രം നമ്മളതിനെന്താക്കും, അനലൈസ് ചെയ്യും. അതായത് വിശദീകരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. അതാണ് പ്രശ്നം. നമുക്ക് കിട്ടിയത് എന്താണ്, അതാണ് പരത്ത. അല്ലാതെ അതിൻ്റെ യാഥാർത്ഥ്യം നോക്കാതെ പരത്ത. അതാണ് ഇപ്പം ഇവിടെ ഉണ്ടായതെന്ന് പറയുന്നത്. ഇൻ പാർട്ട് ഓഫ് വൺ ഓഫ് ടൈഗർ കം ടൗൺ, ഒന്നാമത്തെ പാഠമായ എ ടൈഗർ കംസ് ടു ടൗൺ എന്ന പാഠത്തിൽ ദ പീപ്പിൾ ഓൺ ദി സ്ട്രീറ്റ്, ആ പട്ടണത്തിലുണ്ടായിരുന്ന ജനങ്ങൾ, ആ തെരുവിലുണ്ടായിരുന്ന ജനങ്ങൾ, റൺ ഹെൽട്ടർ സ്കെൽട്ടർ, അവരെന്തായി, സുരക്ഷിത സ്ഥാനത്തേക്ക് ഓടി, ടു സേവ് ദംസെൽവ്സ് ഫ്രം ദ ടൈഗർ. ആ ടൈഗറിൽ നിന്നും സ്വയം രക്ഷ കിട്ടാൻ വേണ്ടി അവരെന്തായി, അഭയസ്ഥാനവും തേടി ഓടിയിരുന്നു. ഈവൻ ദോ ദ ടൈഗർ ഡസ് നോട്ട് വാണ്ട് ടു ഹാം എനിവൺ. എന്താണോ, ആ ടൈഗർ ആണെങ്കിൽ സ്വയം ഒരാളെയും ആക്രമിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ലെങ്കിൽ പോലും എല്ലാവരും അതിനെ കണ്ട ഉടനെ അങ്ങോട്ട് ഓടി. ദ ടീച്ചേഴ്സ് ഇൻ ദി സ്കൂൾ, സ്കൂളിലുള്ള ടീച്ചർമാരൊക്കെ ഡോണ്ട് allow the circus master to go into the room to fetch the tiger. The teachers in the school, our സ്കൂളിലെ ടീച്ചർ don't allowed, അവർ അനുവദിച്ചില്ല the circus master എന്തിന്, to go into the room, ആ റൂമിലേക്ക് പോകാനും to fetch the tiger, ആ ടൈഗറിനെ കൂടെ കൊണ്ടുവരാനും അവർ സമ്മതിച്ചില്ല. കാരണം ഈ സർക്കസ് മാസ്റ്ററിന് എന്താണ്, അത് എന്നെ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു മൃഗമാണെന്ന് പറഞ്ഞാൽ പോലും അവരൊന്നും സമ്മതിക്കുന്നില്ല. കാരണം ഓരൊക്കെ മനസ്സിലാക്കി വെച്ചത് വേറൊരു രീതിയിലാണ് കേട്ടോ. ദിസ് ഈസ് ബിക്കോസ്, ഇതൊക്കെ കാരണം എന്താ, ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, അവർ മനസ്സിലാക്കിയിരുന്നില്ല, അവർക്ക് അറിഞ്ഞിരുന്നില്ല ദ ട്രൂ നാച്ചർ, യഥാർത്ഥ പ്രകൃതി, ആൻഡ് ഹാബിറ്റ്സ്, യഥാർത്ഥ സ്വഭാവങ്ങളും ഓഫ് എ ടൈഗർ, ഒരു ടൈഗറിൻ്റെ. കണ്ടോ, അതാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായത് മൊത്തത്തിൽ പറ്റിയ. പീപ്പിൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ദാറ്റ് ടൈഗേഴ്സ്, ആ ടൈഗേഴ്സുകളെല്ലാം ആർ ഫ്രോഷ്യസ് ആനിമൽസ്, ക്രൂരനായ മനുഷ്യനായിട്ടാണ്, ടു ബി ഫിയർഡ്, പേടിക്കപ്പെടേണ്ടതായ ഒരു ക്രൂരനായ മനുഷ്യൻ, ക്രൂരനായ മൃഗമായിട്ടാണ് അതിനെ കാണുന്നത്. ലൈക്ക് വൈസ് അതേപോലെ തന്നെ ഇൻ ദി ലെസൺ, ഈ ലെസണിൽ ഏതുപോലെ സ്നേക്ക് ബൈറ്റ്, ആ സ്നേക്ക് ബൈറ്റ് നമ്മളൊരു പാഠം പഠിച്ചിട്ടുണ്ട്. രാജാസ് കംപ്ലൈൻറ്റ് അബൌട്ട് ബീങ് സ്റ്റങ്. നമ്മളെ കഥാപാത്രമായ രാജയുടെ പരാതി അബൌട്ട് ബീങ് സ്റ്റങ്, കുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അവൻ്റെ പരാതി ഗെറ്റ്സ് കോംപ്ലിക്കേറ്റഡ്. അതൊക്കെ ഭയങ്കര തേനീച്ചാണ് കുത്തിയത്. ആ തേനീച്ച കുത്തിയതിന് അവർ മനസ്സിലാക്കിയത് പാമ്പ് കുത്തിയാന്ന് മനസ്സിലായിട്ട് അതാ കോംപ്ലിക്കേറ്റഡ്. അങ്ങനെ ഉണ്ടായതിന് അത് വളരെ പ്രയാസമാക്കി. ബിക്കോസ് ഓഫ് സർട്ടൈൻ ഫിക്സ്ഡ് ഐഡിയാസ്, അവരുടേതായ അവരാദ്യം തീരുമാനിച്ചുറപ്പിച്ച ഒരു ഫിക്സ്ഡ് അറിവനുസരിച്ച് അത് മനസ്സിലാക്കിയ കാരണത്താലല്ലേ. അവിടെ പണ്ടൊക്കെ എന്തുണ്ടായിരുന്നു, ഒരുപാട് സ്നേക്ക് അവിടെ ഇങ്ങനെ ചുറ്റി നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് രാജ പറഞ്ഞു എൻ്റെ കൈക്ക് കുത്തി. അപ്പോഴത്തേക്ക് എന്താ കുത്തിയെന്ന് ചോദിച്ചിട്ടില്ല. അവർ മനസ്സിലാക്കി വെച്ചാൽ ഇന്നലൊക്കെ അവിടെ ഇങ്ങനെ പാമ്പ് പോയിട്ടുണ്ട്.
അപ്പോൾ പാമ്പന്നായിരിക്കുന്നു കണ്ടോ. ഓരോ ഫിക്സ്ഡ് ഐഡിയാസാണ് അവരെ എന്താക്കിയത്, ഈ ഒരു പ്രശ്നത്തിലേക്ക് ഉണ്ടാക്കിയത്. ഇനി നോക്കാം, ഇൻ പാർട്ട് 2 ഓഫ് ദി സ്റ്റോറി, പാർട്ട് 2-ൽ, ഈ കഥയുടെ പാർട്ട് 2-ൽ യു വിൽ റീഡ് അബൌട്ട് വാട്ട് ദ ടീച്ചർ ഡിഡ് നെക്സ്റ്റ്. ടീച്ചർമാരൊക്കെ എന്താണ് പിന്നീട് ചെയ്തത് ടു സോൾവ് ദി പ്രോബ്ലം. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ടീച്ചർമാർ എന്താ ചെയ്തതെന്ന് നമുക്ക് ഈ പാഠത്തിൽ നോക്കാം. ഓക്കെ, ഇത് ഒന്നാമത്തെ പാഠത്തിൽ കാര്യങ്ങൾ പറയാം കേട്ടോ. ഒന്നാമത്തെ പാഠത്തിൽ എന്താ, അത് ഹെഡ് മാസ്റ്റർ റൂമിലേക്ക് പോയി അവിടെ പൂട്ടിയിട്ടു. അപ്പം റൂമിൽ പോയപ്പോൾ അത് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി എന്നൊക്കെ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്, എന്താണ് അടുത്ത സമയം സംഭവിച്ചത്. ദ സ്റ്റോറി കണ്ടിന്യൂസ് ഇൻ ദിസ് ലെസൺ. ഈ കഥയിൽ ഇപ്പോൾ ഉള്ള അവസ്ഥകളൊന്നുകൂടെ മനസ്സിലാക്കണം. ആ ടൈഗർ ഹെഡ് മാസ്റ്റർ റൂമിൽ നല്ല സുഖമായിട്ട് ഉറങ്ങാണ്. ഹെഡ് മാസ്റ്റർ ആണെങ്കിൽ പേടിച്ച് ഒരു മച്ചിൻ്റെ മേലിൽ പതിയിരിക്കുകയാണ്. അങ്ങനെ അപ്പോൾ ഉള്ളത്. ഇനി നോക്കാം, മീൻ വെയിൽ, ഇത് ടൈഗർ ഇനി പറഞ്ഞു തുടങ്ങാം കേട്ടോ. ടൈഗർ മീൻ വെയിൽ, അതിനിടയ്ക്ക് ഐ അവോക്ക്, ഞാൻ ഉണർന്നു. ആഫ്റ്റർ എ വെരി ഗുഡ് സ്ട്രെച്ച് ഓഫ് സ്ലീപ്പിംഗ്, വെരി ഗുഡ്, നല്ല സ്ട്രെച്ച് ഓഫ് സ്ലീപ്പ്, നീണ്ടു നിവർന്നു ഉറങ്ങിയതിന് ശേഷം, ആൻഡ് ഹേർഡ് വോയിസസ് ഔട്ട്സൈഡ്, പുറത്തുള്ള ഒരുപാട് ശബ്ദങ്ങളൊക്കെ അവൻ്റെതായി കേൾക്കാനിടയായി കേട്ടോ. ഞാൻ നീണ്ടു നിവർന്ന നല്ലൊരു ഉറക്കത്തിന് ശേഷം പുറത്തുള്ള ഒരുപാട് ശബ്ദങ്ങൾ ഇങ്ങനെ കേട്ടു. ഐ ലുക്ക്ഡ് അപ്പ്, ആ സമയത്ത് എണീറ്റപ്പോൾ ഞാൻ എന്താക്കി, ഒന്ന് മുകളിലേക്ക് നോക്കി. ആൻഡ് സോ ദ ഹെഡ് മാസ്റ്റർ, അപ്പോൾ ഹെഡ് മാസ്റ്ററെ ഞാൻ കണ്ടു. കവേറിങ് ഇൻ ദി അറ്റിക്, ആ മച്ചിൻ്റെ മേലിൽ ഇങ്ങനെ പതിയിരിക്കുന്നതായിട്ടാണ് ഞാനിങ്ങനെ കാണുന്നത്. പാവല്ലേ. ഐ സ്ട്രെച്ച്ഡ്, അപ്പം കടുവ എന്താക്കി, ഐ സ്ട്രെച്ച്ഡ് മൈ സെൽഫ്, ഞാൻ സ്വയം ഒന്ന് നിവർന്നു. ആൻഡ് റോർഡ്, എന്നിട്ട് ഞാനൊന്ന് ഗർജിച്ചു. ഫോർ നോ പെർട്ടിക്കുലർ റീസൺ, പ്രത്യേക കാരണങ്ങളൊന്നും ഇല്ല കേട്ടോ. എക്സെപ്റ്റ് ദാറ്റ്, അതൊഴികെ എന്താണത്, ഐ ഫെൽറ്റ് അലൈവ്, ഞാൻ ജീവനോടെ ഉണ്ടെന്ന് തോന്നിയതല്ലാതെ വേറൊന്നും പ്രത്യേകിച്ചില്ല. എൻ്റെ വിചാരം ഞാൻ ഇവിടെ തുടങ്ങിയതിന് ശേഷം ഇവരെല്ലാവരും എന്നെ കൊന്നിട്ടുണ്ടാവുന്ന. അപ്പോൾ അത്രേ ഉള്ളൂ. ദ പുവർ ഹ്യൂമൻ ബീങ്, പാവം മനുഷ്യൻ, ഇൻ ദി ലോഫ്റ്റ്, ആ മച്ചിൻ്റെ മേലിലുള്ള പാവം മനുഷ്യനുണ്ടല്ലോ, മസ്റ്റ് ഹാവ് ട്രംബിൾഡ്, അയാൾ വിറച്ചിട്ടുണ്ടാകാം അറ്റ് ദ മൊമെൻറ്റ്, ആ നിമിഷത്തെ. ഞാനൊന്ന് ഗർജിച്ച ആ നിമിഷത്തിൽ അയാൾ എന്തായാലും പേടിച്ചിട്ടുണ്ടാവും അല്ലേ. ഐ വിഷ്, എന്നിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു, ടു അഷ്യൂർ ഹിം, ആ ഹെഡ് മാസ്റ്ററിന് ഉറപ്പ് നൽകാൻ, ദാറ്റ് എന്തെന്നാൽ ഐ വാസ് നോട്ട് ഗോയിങ് ടു ഹർട്ട് ഹിം, ഞാൻ അദ്ദേഹത്തെ ഹേർട്ട് ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, അതായത് ആക്രമിക്കാൻ ഞാൻ പോകുന്നില്ല എന്ന് ഞാൻ വീണ്ടും ഉറപ്പ് നൽകാൻ വേണ്ടി ആഗ്രഹിച്ചു. പക്ഷേ എന്താ ചെയ്യാം, ഐ റോയ്സ്ഡ് മൈസെൽഫ്, ഞാൻ സ്വയം ഒന്ന് ഉയർന്നു, അതായത് എണീറ്റു. പുട്ട് അപ്പ് മൈ 4 legs, എൻ്റെ കാലുകളൊക്കെ ഞാൻ എന്താക്കി, ഒന്നുകൂടെ ഒന്ന് നിവർത്തി. ഓൺ ദി വാൾ, ആ വാളിൻ്റെ മേൽ. എന്നിട്ട് സ്ക്രാച്ച് ഇട്ട്, എന്നിട്ട് അതിനൊന്ന് ഒരതി നോക്കി. ആൻഡ് ഗ്രൗൾഡ് സോഫ്റ്റ്, ഒന്ന് പതിയെ എന്താക്കി, ഒന്ന് മുരണ്ടു. വിച്ച് മെയ്ഡ് ഹിം മോർ നെർവസ്, എങ്ങനത്തെ മുരളലാണോ, മെയ്ഡ് ഹിം, ആ ഹെഡ് മാസ്റ്റർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവും മോർ നെർവസ്, ഒന്നുകൂടെ പേടിപ്പിക്കുന്നതായിട്ടാക്കിയിട്ടുണ്ടാവും. അങ്ങനത്തെ രീതിയിൽ ജസ്റ്റ് ഒന്ന് മുരളിയിട്ടുള്ളൂ. ഐ ന്യൂ മൈ മാസ്റ്റർ, പിന്നെ ഇനി പറയാട്ടോ, ഐ ന്യൂ, ഞാൻ അറിഞ്ഞിരുന്നു, മൈ മാസ്റ്റർ വാസ് ഔട്ട്സൈഡ്, എൻ്റെ മാസ്റ്റർ പുറത്തുണ്ട് എന്നുള്ളത് എനിക്കറിയാമായിരുന്നു. ഐ കുഡ് ഹിയർ ഹിം സേ, അവൻ പറയുന്നതായിട്ട് എനിക്ക് കേൾക്കാനും സാധിച്ചിരുന്നു. എന്താ പറയുക, എനിക്കും വേണ്ടിയിട്ട് മാസ്റ്റർ ഇങ്ങനെ വാദിക്കുകയാണ്. അങ്ങനെ എനിക്ക് കേൾക്കാം, എന്താ, നോ വൺ ഈസ് ഗോയിങ് ടു സ്കൂൾ, ഒരാളും സ്കൂളിലേക്ക് പോകണ്ട. യു വിൽ സീ ദ ടൈഗർ കം ഔട്ട്, നിങ്ങൾക്ക് കാണാം ദ ടൈഗർ കം ഔട്ട്, ടൈഗർ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. ആൻഡ് വാക്ക് ഓഫ് വിത്ത് മീ, എന്നിട്ട് എന്നോട് കൂടെ ഇങ്ങനെ നടന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ആരും പോകണ്ട, ഞാൻ പോയിക്കോളാം. വൺ ഓഫ് യു ടേക്ക്, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ടേക്ക് എ ലാഡർ, ഒരു ലാഡർ എടുത്തു വരുന്നു. ഉള്ളിലേക്ക് ഒരു ലാഡർ എടുത്ത് വരുന്നു. എന്തിനാണ്? ആൻഡ് ഹെൽപ്പ് ദ ഹെഡ് മാസ്റ്റർ കം ഡൗൺ, എന്നിട്ട് ഹെഡ് മാസ്റ്ററെ താഴേക്കിറങ്ങാൻ വേണ്ടി സഹായിക്കണം ഫ്രം ദി അറ്റിക്. മൂപ്പര് കുറേ നേരമായി മച്ചിൻ്റെ മേലിലുണ്ട്. അപ്പോൾ ആ മച്ചിൻ്റെ മേലിൽ നിന്നും താഴേക്കിറങ്ങാൻ വേണ്ടി ഹെഡ് മാസ്റ്റർ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഒരു ലാഡർ എടുത്ത് ഉള്ളിലേക്ക് വരണം. ഞാൻ എന്താക്കിക്കോളാം, നിങ്ങൾ ആരും പേടിക്കേണ്ട, ഞാൻ അതിനെയും കൂട്ടി ഇങ്ങനെ പുറത്തേക്ക് വന്നോളാം. അപ്പം ചോദിക്കാം മറ്റൊരാൾ, വേറൊരാൾ, ഡു യു മീൻ ടു സേ, നീ പറയാൻ ആഗ്രഹിക്കുന്നുവോ? ഡു യു മീൻ, നീ ഉദ്ദേശിക്കുന്നു, ടു സേ, പറയാൻ, യു ആർ ഗോയിങ് ഇൻ, നീ ഉള്ളിലേക്ക് പോകാണെന്ന്. ആസ് യു ആർ, നീ ഇതേപോലെ, അതായത് നീ ഇപ്പോൾ ഉള്ളതുപോലെ ഇങ്ങനെ ഇതേപോലെ പോവാണോ? വിത്തൗട്ട് ആംസ്, ഒരു ആയുധവുമില്ലാതെ, ഓർ പ്രൊട്ടക്ഷൻ, മറ്റു സുരക്ഷകളൊന്നുമില്ലാതെ ഇതേപോലെ നീ പോകാനാണോ നീ ഉദ്ദേശിക്കുന്നത്? ദേ ആസ്ക്ഡ് ഹിം, അദ്ദേഹത്തിനോട് ചോദിച്ചു, മാസ്റ്ററിനോട്. യെസ്, അതെ. ദാറ്റ് ഈസ് വാട്ട്, അത് തന്നെയാണ്, അതാണ് വാട്ട്, ഒരു കാര്യം. എന്ത്? ഐ ആം ഗോയിങ് ടു ഡു, ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം അത് തന്നെയാണ്. വി ഹാവ് നോ ടൈം ടു വേസ്റ്റ്, നമുക്കിവിടെ പായാക്കാൻ സമയമില്ല, ഒരു സമയവുമില്ല, നിങ്ങൾ എന്നെ വിടണം. അപ്പോഴത്തേക്ക് ചെയർമാനൊക്കെ എത്തിയിട്ടുണ്ട്, എന്താ പറയുക, ടൈഗർ കമ്മിറ്റീൻ്റെ ചെയർമാനൊക്കെ അവിടെ എത്തിയിട്ടോ. ദ ചെയർമാൻ ഓഫ് ദി ടൈഗർ കമ്മിറ്റിയുടെ ചെയർമാൻ സെഡ് പറഞ്ഞു, ബൈ ദി പവേഴ്സ്
നമ്മളെ ശക്തികൾ ഉപയോഗിച്ച് ഐ ഹാവ് ബീൻ, അതായത് അധികാര പവർ ഉപയോഗിച്ചുകൊണ്ട് ഐ ഹാവ് ബീൻ നമുക്കുണ്ട് ദ സെക്കൻഡ് ഹോണററി മജിസ്ട്രേറ്റ്, നമുക്ക് രണ്ടാമതൊരു മുഖ്യനായ ആരുണ്ട്, നീതിപതിയുണ്ട്, അതായത് ഭരണാധികാരിയുണ്ട്. ഐ ഗിവ് യു നോട്ടീസ്, ഞാൻ നിങ്ങൾക്ക് നൽകും, ഒരു നോട്ടീസ് നൽകും. ദാറ്റ് എന്താണോ, യു ഷാൾ നോട്ട് ഓപ്പൺ, നീ ഈ വാതിൽ തുറക്കുകയും ചെയ്യരുത്, നോർ എൻ്റർ ദാറ്റ് റൂം, ആ റൂമിലേക്ക് നീ പ്രവേശിക്കുകയും ചെയ്യരുത് എന്ന് ഫലിപ്പിക്കുന്നതായ ഒരു ലെറ്റർ ഞാൻ മജിസ്ട്രേറ്റിൻ്റെ അടുത്തുനിന്ന് തരുന്നതാണ്. അതുകൊണ്ട് നിനക്കൊരിക്കലും അങ്ങോട്ട് കയറാൻ സാധ്യമല്ല എന്ന് പറയുന്നത്. മൈ മാസ്റ്റർ ആസ്കഡ്, എൻ്റെ മാസ്റ്റർ ചോദിച്ചു, വൈ ഡു യു പ്രിവെൻറ്റ് മീ, എന്തിനാണ് നിങ്ങൾ എന്നെ തടയുന്നത്, ഫ്രം ഗോയിങ്, ഞാൻ പോകുന്നതിൽ നിന്ന്, നിയർ ദി ടൈഗർ, ടൈഗറിൻ്റെ അടുത്തേക്ക് പോകുന്നതിന് എന്തിനാണ് നിങ്ങൾ തടയുന്നത്, എന്തിനാണ് നിങ്ങൾ തടയുന്നത്. ദേ വർ അറ്റ് എ ലോസ്, അവർ നഷ്ടത്തിലായിരുന്നു ടു ആൻസർ, എന്ത് പറയാൻ, ഉത്തരം പറയാൻ, അതായത് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ അവരെന്തായിരുന്നു, എന്തായി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവർക്ക് ആൻസർ പറയാൻ കഴിഞ്ഞില്ല. ഇറ്റ് ഈസ്, അപ്പോൾ ഒരു ഒപ്പിച്ച് പറഞ്ഞു, ഇറ്റ് ഈസ് അൺലോഫുൾ ടു കമ്മിറ്റ് സൂയിസൈഡ്, ഇതൊരു നിയമവിരുദ്ധമായ എന്താ പറയുക ആത്മഹത്യ ചെയ്യലിന് പകരമാണ്. ദേസഡ് അവർ പറഞ്ഞു. മേ ബി, ഒരു പക്ഷേ ആയേക്കാം. സെഡ് മൈ മാസ്റ്റർ, എൻ്റെ മാസ്റ്റർ പറഞ്ഞു. ബട്ട് പക്ഷേ വിച്ച് സെക്ഷൻ ഓഫ് ദി ലോ, നിയമത്തിൻ്റെ ഏത് വിഭാഗമാണ് സൈസ് പറയുന്നത് ദാറ്റ് എന്തെന്നാൽ എ മാൻ ഷുഡ് നോട്ട് അപ്രോച്ച് എ ടൈഗർ, ഒരു മനുഷ്യൻ കടുവയുടെ അടുത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്ന ഏത് നിയമമാണ് നിങ്ങളുടെ ഭരണപുസ്തകത്തിലുള്ളതെന്ന് ചോദിച്ചു. ആർ നോട്ട് സർക്കസ് പീപ്പിൾ, സർക്കസ് ജനങ്ങൾ ആർ നോട്ട് ഡൂയിങ്, ചെയ്യുന്നില്ലയോ ഇറ്റ്, അങ്ങോട്ട് പോവലൊക്കെ ചെയ്യില്ലേനോ ഓൾ ദി ടൈം, എല്ലാ സമയവും. നമ്മൾ സർക്കസ് ടെൻറ്റിലാണെങ്കിൽ എല്ലാവരും, അതായത് മാസ്റ്റർമാരും അല്ലാത്തവരൊക്കെ മൃഗത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു, പോയി വരുന്നു, അങ്ങനെ ചെയ്യലില്ലേ? പിന്നെ ഏത് പുസ്തകത്തിലാണ് ഇങ്ങനെ അതിൻ്റെ അപ്രോച്ച് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്, ഏത് പുസ്തകത്തിലാണ്? യെസ്, അതെ, റീപ്ലൈഡ് ദി ചെയർമാൻ വീക്കിലി. അദ്ദേഹം എന്തായി, വളരെ ശാന്തമായി അല്ലെങ്കിൽ ബലഹീനനായിക്കൊണ്ട് മറുപടി പറഞ്ഞു. ബട്ട് പക്ഷേ ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്, അത് വ്യത്യാസമുണ്ട്, അതും ഇതും വ്യത്യാസമുണ്ടായിരുന്നു. ഐ ക്യാൻ ടൈം, അപ്പോൾ മാത്രമല്ല, എന്നാലും മാസ്റ്റർ വിട്ടുകൊടുത്തില്ല. ഐ ക്യാൻ ടൈം എ ടൈഗർ, എനിക്കൊരു ടൈഗറിനെ എന്താ പറയുക ഇണക്കാൻ കഴിയുന്നതാണ്. ഇറ്റ് ഈസ് ആഫ്റ്റർ ഓൾ മൈ, അതാണ് ആഫ്റ്റർ ഓൾ എല്ലാത്തിനും ശേഷം മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാത്തിനും ശേഷം അതുതന്നെയാണ്. ദാറ്റ് എന്തെന്നാൽ ഐ ആം റിസ്കിങ്, ഞാൻ അതിനു വേണ്ടി തന്നെയാണ് റിസ്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെന്തിനാണ് പേടിക്കുന്നത്? ഞാനൊരു മൃഗത്തെ തളയ്ക്കാൻ എനിക്ക് കഴിയുമെന്നാണ് പറയുന്നത്. ദ ചെയർമാൻ വാസ് വിസിബിളി കൺഫ്യൂസ്ഡ്, ആ ചെയർമാൻ വാസ് വിസിബിളി കൺഫ്യൂസ്ഡ്, അദ്ദേഹത്തെ വളരെ എന്തായി കണ്ടെത്തു, കൺഫ്യൂസ്ഡ് ആയിട്ട്, വളരെ കുഴക്കുന്ന രീതിയിലായി കാണപ്പെട്ടു. ആൻഡ് ബിവിൽഡേർഡ്, അദ്ദേഹം എന്തായി ഉത്തരം പറയാൻ കഴിയാത്ത മാതിരി കുഴങ്ങിപ്പോയി. ബിവിൽഡേർഡ്, കുഴങ്ങിപ്പോയി. ഇൻ ദാറ്റ് കേസ്, ആ കേസിൽ യു വിൽ ഹാവ് ടു സൈൻ, ഓക്കെ ഞാൻ ഈ പോയിക്കോ, പക്ഷേ ഇൻ ദാറ്റ് കേസ്, ആ പ്രശ്നത്തിൽ യു വിൽ ഹാവ് ടു സൈൻ, നീ ഒരു ഒപ്പിടേണ്ടി വരും. ആൻഡ് അഫിഡാവിറ്റ്, അതായത് ഒരു ലീഗൽ ഡോക്യുമെൻറ്റിൽ, അതായത് നിയമപരമായിട്ടുള്ളൊരു ഡോക്യുമെൻറ്റിൽ ഒപ്പിടണം. എങ്ങനെ? അബ്സോൾവിങ് അസ്, നമ്മളെല്ലാവരെയും മോചിതരാക്കിക്കൊണ്ട്, മുക്തരാക്കിക്കൊണ്ട്, ഫ്രം ഓൾ റെസ്പോൺസിബിലിറ്റീസ്, എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും, ഫോർ യുവർ ലൈഫ്, നിൻ്റെ ജീവിതത്തിനും ഡെത്ത്, നിൻ്റെ മരണത്തിനും. അപ്പം നിൻ്റെ മരണത്തിനും ജീവിതത്തിനും നമുക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലയെന്ന് നീ ഒപ്പിട്ട് തന്നതിന് ശേഷമാണ് പോയിക്കുമെന്ന് പറഞ്ഞത്. ഓൾ റൈറ്റ്, എല്ലാം ശരി. ഗിവ് മീ എ പീസ് ഓഫ് പേപ്പർ, എന്നാൽ എനിക്കൊരു പേപ്പറിൻ്റെ കഷ്ണം കൊണ്ടാ, ടെൽ മീ, എന്നിട്ട് എന്നോട് പറയൂ വാട്ട് റൈറ്റ്, എന്താ ഞാൻ എഴുതി തരേണ്ടതെന്ന് പറഞ്ഞു തന്നാണ്. ദ മജിസ്ട്രേറ്റ് ടുക്ക്, ആ മജിസ്ട്രേറ്റ് എന്തായി ടുക്ക് ഔട്ട് എ ഷീറ്റ് ഓഫ് പേപ്പർ, അദ്ദേഹം ഒരു പേപ്പറിൻ്റെ കഷ്ണം എടുത്തു. ഫ്രം ഹിസ് ബ്രീഫ് കേസ്, അദ്ദേഹത്തിൻ്റെ ബ്രീഫ് കേസിൽ നിന്നൊരു പേപ്പർ എടുത്തു. ആൻഡ് ഗേവ് ഇറ്റ് ടു മൈ മാസ്റ്റർ, എന്നിട്ട് അത് എൻ്റെ മാസ്റ്ററിന് കൊടുത്തു. ഇതൊക്കെ ആ ടൈഗർ പറയട്ടോ. മൈ മാസ്റ്റർ റോഡ് ദി ചെയർമാൻസ് ഡിക്റ്റേഷൻ, മൈ മാസ്റ്റർ, എൻ്റെ മാസ്റ്റർ റോഡ് ദി ചെയർമാൻസ് ഡിക്റ്റേഷൻ, ചെയർമാൻ എന്താണോ പറഞ്ഞത് അതിങ്ങനെ എഴുതിയെടുത്തു. അബ്സോൾവിങ്, അതും അതിലെന്താ പറഞ്ഞാൽ, അബ്സോൾവിങ് എവ്രി വൺ ദർ, അവിടെയുള്ള എല്ലാവരെയും മോചിതരാക്കിക്കൊണ്ട്, ഫ്രം ഓൾ റെസ്പോൺസിബിലിറ്റി, എന്താ പറയുക റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വത്തിൽ നിന്നും മോചിതരാക്കിക്കൊണ്ട് എല്ലാം അതിൽ എഴുതി കൊടുത്തു. ഹി സൈൻ ദി ഡോക്യുമെൻറ്റ് ആൻഡ് റിട്ടേൺ ഇറ്റ്, അവനെന്തായി ആ ഡോക്യുമെൻറ്റിൽ ഒപ്പിടുകയും ആൻഡ് റിട്ടേൺ അതിനെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. വിത്ത് ദി കമൻറ്റ്, ഒരു കമൻറ്റോട് കൂടി, ഐ ഹാവ് സൈൻഡ് ഇറ്റ്, ഞാൻ സൈൻ ചെയ്തിരിക്കുന്നു. ജസ്റ്റ് ടു റെസ്പെക്റ്റ് യുവർ മജിസ്ട്രസി,
ഇത് എന്തിനാ ചെയ്തറിയോ? ജസ്റ്റ് ടു റെസ്പെക്റ്റ്, ബഹുമാനിക്കാൻ വേണ്ടി യുവർ മജിസ്ട്രസി, നിങ്ങളുടെ നീതിപീഠത്തെ. ആൾദോ ഐ ആം കൺവിൻസ്ഡ്, ഞാൻ എന്താ പറയുക, ബോധ്യവാനാണെങ്കിൽ പോലും ഇറ്റ് ഈസ് അൺകാൾഡ്. ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ എന്താ അൺകാൾഡ്, ആവശ്യമില്ലാത്തതും ഫോർ ആൻഡ് ഇറലവൻറ്റ്, ഒരു എന്താ പറയുക, പ്രസക്തിയില്ലാത്തതുമായെന്ന് എനിക്ക് ബോധ്യമായതാണെങ്കിൽ പോലും നിങ്ങളുടെ മജിസ്ട്രസിനെ, അതായത് നിങ്ങളുടെ നീതിപീഠത്തെ ഒന്ന് ബഹുമാനിക്കാൻ വേണ്ടി മാത്രം ഞാൻ എഴുതിയത് കേട്ടോ. അങ്ങനെ കരുതിയാൽ മതി. നിങ്ങൾ പറഞ്ഞു യു ആർ എക്സസൈസിങ്, എന്നിട്ട് അവസാനം പറയാം ഒന്നുകൂടി, യു ആർ എക്സസൈസിങ്, നിങ്ങളിപ്പോഴും പരിശീലിച്ചുകൊണ്ടിരിക്കുന്നത് അൺനെസസറി അതോറിറ്റി, ഒരാവശ്യമില്ലാത്ത അനാവശ്യമായ അതോറിറ്റി, മേലുദ്യോഗസ്ഥമാണ്, മേലധികാരമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ദ ചെയർമാൻ ലുക്ക്ഡ് അറ്റ് ദി ഡോക്യുമെൻറ്റ്, ചെയർമാൻ ഒന്ന് നോക്കി ആ ഡോക്യുമെൻറ്റിലേക്ക് ആൻഡ് സെഡ്, എന്നിട്ട് പറഞ്ഞു സ്റ്റോപ്പ്, നിർത്തൂ, വെയിറ്റ്, ഒന്നുകൂടെ കാത്തു നിൽക്കണം, ടെൽ മീ, എന്നോട് പറയ്, വാട്ട് ഈസ് ഇറ്റ്, അത് എന്താണ്, ദാറ്റ് എന്തെന്നാൽ യു ഹാവ് റിട്ടൺ ഹിയർ, നീ ഇതിൽ എഴുതിയിട്ടുള്ളത് എന്താണെന്നൊന്ന് പറഞ്ഞുകൊണ്ടാണ്, എനിക്ക് മനസ്സിലാവില്ലാന്ന്. ഓൺലി വാട്ട് യു ഹാവ് ഡിക്റ്റേറ്റഡ്, ഓൺലി, അതെന്താണോ, ഓൺലി വാട്ട്, ഒരു കാര്യം മാത്രമാണ്, യു ഹാവ് ഡിക്റ്റേറ്റഡ്, നിങ്ങൾ പറഞ്ഞത്, നിങ്ങളെന്താണോ പറഞ്ഞത് അത് മാത്രമാണ് അതിലുള്ളത് പറഞ്ഞ്. ഡിക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മളൊരു കാര്യം പറയാം അതേപോലെ അതാണ്. ഇൻ എ ലാംഗ്വേജ്, ഇതൊരു ലാംഗ്വേജിൽ വി ഡോണ്ട് നോ, നമുക്കറിയാത്ത ഏതൊരു ലാംഗ്വേജിലാണല്ലോ ഈ എഴുതിയത്, ഐ കാൻ അക്സെപ്റ്റ് ഇറ്റ്, ഇതെനിക്ക് സ്വീകരിക്കാൻ പറ്റൂല. അപ്പോൾ അവൻ പറയാണ് ഇറ്റ് ഈസ് സംസ്കൃത്, ഇത് സംസ്കൃതത്തിലാണ് ഞാൻ എഴുതി, ഇൻ വിച്ച് അവർ സ്ക്രിപ്റ്റേഴ്സ് ആർ റിട്ടൺ, ഏതു ഭാഷയിലാണോ നമ്മുടെ വേദഗ്രന്ഥങ്ങളൊക്കെ എഴുതപ്പെട്ടിട്ടുള്ളത്, ദ ലാംഗ്വേജ് ഓഫ് ഗോഡ്സ്, ആ സംസ്കൃതം, അതായത് ദൈവത്തിൻ്റെ ഭാഷയായ ആ സംസ്കൃതത്തിലാണ് ഞാൻ എന്താക്കി എഴുതിയിട്ടുള്ളത്. ഇതെങ്ങനെയാണ് ശരിക്കും, ഇറ്റ് ഈസ് ഇൻ സംസ്കൃത് ദ ലാംഗ്വേജ് ഓഫ് ദി ഗോഡ്സ്, അങ്ങനെ ഉണ്ടാവുക. ഇതൊരു സംസ്കൃതമാണ്, അതായത് ലാംഗ്വേജ് ഓഫ് ഗോഡ്സ്, ദൈവങ്ങളുടെ ഭാഷയായ സംസ്കൃതത്തിലാണ് ഞാൻ എഴുതിയത്. ഇൻ വിച്ച് എന്നുള്ളത് അത് ഡിസ്ക്രിപ്ഷനിലാട്ടോ. അതാ ഐ റൈറ്റ് ഓൺലി സംസ്കൃത്, ഞാൻ സംസ്കൃതത്തിൽ മാത്രമാണ് എഴുതിയിട്ടുള്ളത്. ആൾദോ ഐ നോ, എനിക്കറിയെങ്കിൽ പോലും 10 അതർ ലാംഗ്വേജ്, 10 മറ്റു ലാംഗ്വേജുകൾ ഇൻക്ലൂഡിങ് ജപ്പാനീസ് ഉൾപ്പെടെ 10 ലാംഗ്വേജുകൾ എനിക്ക് അറിയെങ്കിൽ പോലും ഞാൻ എഴുതിയത് സംസ്കൃതത്തിൽ മാത്രമാണ്. വിത്തൗട്ട് ഫർദർ അഡോ, കൂടുതൽ ബന്ധമില്ലാതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഹി പുട്ട് ദ കീ, അവൻ എന്തായി കീ ഒന്നിട്ടു ഇൻ ടു ദി ലോക്കിലേക്ക് ഓഫ് ദി ഹെഡ്മാസ്റ്ററിൻ്റെ റൂമിലേക്ക്. ലെറ്റസ് ഗോ നൗ, അങ്ങനെ അദ്ദേഹം ടൈഗറിനെ എടുത്തതിന് ശേഷം പറയാം ലെറ്റസ് ഗോ നൗ, നമുക്കിപ്പോൾ പോവല്ലേ. സെഡ് മൈ മാസ്റ്റർ, എൻ്റെ മാസ്റ്റർ പറഞ്ഞു. എന്നിട്ട് ഒന്നുകൂടെ പറഞ്ഞു യു മസ്റ്റ് റിയലൈസ്, നിനക്ക് മനസ്സിലാക്കാം, തീർച്ചയായും നിനക്കിപ്പോൾ ഒന്ന് മനസ്സിലായിട്ടുണ്ട്, ദാറ്റ് ഹ്യൂമൻ ബീങ്സ്, ആ മനുഷ്യന്മാരൊക്കെ ഫോർ ഓൾ ദെയർ ബ്ലസ്റ്റർ, അവരുടെ ഓരോ പൊങ്ങച്ചത്തിനും, അതായത് ഓരോ പൊങ്ങച്ചം പറച്ചിലൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ എന്താണ് അർട്ടിമിഡ് ക്രിയേച്ചേഴ്സ്, അവർ എന്താണ് ബലഹീനരായ ജീവികൾ മാത്രമാണ്, ഇനി ഒന്നും പേടിക്കേണ്ട. ദേ ആർ ലൈക്ക്ലി, അവർ മിക്കവാറും ടു പാനിക്, അവർ പേടിച്ചിട്ടുണ്ടാകും വെൻ ദേ സീ യു, നിന്നെ കണ്ടപ്പോൾ. ഡോണ്ട് ലുക്ക് അറ്റ് ദം, ഇനി അവരെ നോക്കന്നെ വേണ്ട. ദാറ്റ് ഈസ് ദ ഓൺലി വേ, അത് മാത്രമാണ് അതിനുള്ള മാർഗം. ടു മെയിൻറ്റെയിൻ, എന്താണ് പരിഹരിക്കാനുള്ള അല്ലെങ്കിൽ നിലനിർത്താനുള്ള ഭാഗ്യം. വൺസ് ഓരോരുത്തരുടെയും പീസ് ഓഫ് മൈൻഡ്, എന്താ പറയുക, മനസ്സിൻ്റെ സമാധാനത്തെ നിലനിർത്താനുള്ള വേഗ വഴി എന്താ, ഈ അങ്ങോട്ടൊന്നും നോക്കണ്ട. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും. എല്ലാവരും ഈ പാഠം കേൾക്കുക. ഞാൻ ഇതിൻ്റെ മുമ്പ് നിങ്ങളോട് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരും വെച്ച് തരാത്തത് കൊണ്ടാണ് ഞാൻ വീണ്ടും അർത്ഥം വെച്ച് തന്നത്. എല്ലാവരും ക്ലാസ് കേൾക്കുക. അസ്സലാമു അലൈക്കും.